നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ പൂങ്കാവിൽ നാടിനെ നടുക്കിയ കൊലപാതകം. സഹോദരൻ സഹോദരിയെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. പൂങ്കാവ് വടക്കുംപറമ്പ് വീട്ടിൽ ബെന്നിയാണ് സഹോദരി 60 വയസ്സുള്ള റോസമ്മയെ കൊന്ന് കുഴിച്ചുമൂടിയത്. പോലീസെത്തി മൃതദേഹം പുറത്തെടുത്തു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. വോട്ടെടുപ്പിന് ഇനി 3 നാൾ മാത്രം. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ. BJPയുടെ ഹിന്ദുരാഷ്ട്ര നീക്കത്തിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ് KC വേണുഗോപാലെന്നും ബിനോയ് വിശ്വം. കർണാടകയിലേതുപോലെ ഇന്ത്യൻ ജനത BJPയെ തൂത്തെറിയുമെന്ന് കർണാടക മന്ത്രി KJ ജോർജ്. മതേതര ഇന്ത്യയുടെ തിരിച്ചുവരവിനായി ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും KJ ജോർജ്. ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി M ശ്രീകുമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. CPMനോട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന ശ്രീകുമാർ. ചേർത്തലയിൽ ട്രെയിനിൽ നിന്ന് വീണ് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കായംകുളം സ്വദേശി അനന്തു അജയനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പൂങ്കാവിൽ നാടിനെ നടുക്കിയ കൊലപാതകം. സഹോദരൻ സഹോദരിയെ കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. പൂങ്കാവ് വടക്കുംപറമ്പിൽ ബെന്നിയാണ് സഹോദരി 60 വയസ്സുള്ള റോസമ്മയെ കൊലപ്പെടുത്തി വീടിനോട് ചേർന്ന് കുഴിയെടുത്ത് മൂടിയത്. ആലപ്പുഴ പോലീസെത്തി മൃതദേഹം പുറത്തെടുത്തു. ഈ കഴിഞ്ഞ 17-ാം തീയതി വ്യാഴാഴ്ച മുതൽ റോസമ്മയെ കാണുവാനില്ലായിരുന്നു. പകൽ നേരങ്ങളിൽ സഹോദരൻ ബെന്നിക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുവാനായി പോകുമായിരുന്നു. എന്നാൽ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ ബെന്നിയോട് ചോദിച്ചപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോയതായിരിക്കാം എന്നാണ് നൽകിയ മറുപടി. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് ബന്ധു കൂടിയായ മുൻ വാടകം സുജ ബെന്നിയുടെ വീട്ടിലെത്തി റോസമ്മയെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴും ജോലിക്ക് പോയി എന്നായിരുന്നു ബെന്നിയുടെ മറുപടി. തുടർന്ന് പോലീസിൽ പരാതിപ്പെടാൻ സുജ റോസമ്മയുടെ മകനോടും ബെന്നിയോടും പറയുകയും ചെയ്തു. ഇതിൽ പരിഭ്രാന്തനായ ബെന്നി സുജയോട് അബദ്ധത്തിൽ ചെയ്തതാണെന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് സുജ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്നലെ വന്നിടന്ന് ചോദിച്ചപ്പോൾ ഇവർ ചിറ്റപ്പനും മോനൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നു. അപ്പോൾ ചിറ്റപ്പനും മോനും പറയുന്നത് അവർക്ക് വെള്ളിയാഴ്ച അവിടെ നിന്ന് പോയത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ, അല്ലാണ്ടൊന്നും അവർക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇവർ മക്കളോട്, ചിറ്റപ്പൻ്റെ മോനൊക്കെ ഞാൻ പറഞ്ഞു മക്കളോട് പറ ആൻറ്റീനെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഒന്ന് കൊടുക്കാൻ പറ. കാര്യം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എവിടെ വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് അയക്കുന്ന ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. അതല്ല പരാതി അവരൊന്നും കൊടുത്തില്ല, ഞാൻ നാളെ കൊടുക്കുമെന്നുണ്ട്. പിന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ പോയിട്ടാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ആളെ ഞാൻ വിളിച്ചത്. ആ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് വിളിച്ചപ്പോൾ അവിടെ പുള്ളിയുടെ പെങ്ങൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കമ്മിറ്റിക്ക് എനിക്ക് പോകാനായിട്ട് ഞാൻ വരുമ്പോൾ റോഡേ വെച്ച് വീണ്ടും ഈ ചിറ്റപ്പനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ടില്ലെന്ന് ഞാൻ വിളിച്ചായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ടില്ലെന്ന് അവർ പറയുന്നത് അതിനകത്ത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇന്ന് അവർ പരാതി കൊടുത്തില്ല, ഞാൻ നാളെ എൻ്റെ പുറകെ ഇറങ്ങുമെന്ന് ചിറ്റപ്പനോട് തന്നെ പറഞ്ഞു. ചിറ്റപ്പനെ ടെൻഷനായി കാണുമായിരിക്കും, അതായിരിക്കും തോന്നി രാവിലെ വന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ച് മാറ്റി നിർത്തുമായിരുന്നു, ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു എന്നെ രക്ഷിക്കണം, എൻ്റെ ഇന്നൊരു അബദ്ധം സംഭവിച്ചു പോയെന്ന് പറഞ്ഞു. വിക്കി പറയുന്നത് എനിക്കൊന്നും കൂടുതൽ പിടുത്തം കിട്ടുന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് എന്തൊക്കെയോ പറയുന്നതിൽ ഒരു പൊരുത്തക്കേട് തോന്നിയതുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞു എന്തെങ്കിലും കയ്യിൽ നിന്ന് സംഭവിച്ചു ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരണ്ട, നേരെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ നേരെ അകത്ത് കയറി നേരെ നോർത്തിൽ ചെന്ന് CIക്ക് പരാതി കൊടുക്കുമായിരുന്നു. തുടർന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരും ആലപ്പുഴ നോർത്ത് പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി മൃതദേഹം കണ്ടെടുത്തു. അല്ല, അമ്മച്ചിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ പറയത്തില്ല. ജോലിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ ഇവിടെ മിണ്ടാതെ പോകത്തുള്ളൂ. ഇവിടെ പോകണമെന്നൊന്നും പറയത്തില്ലായിരുന്നു. അങ്ങനെ 2 ദിവസം കാണാത്തതുകൊണ്ട് ഫോണിൽ വിളിച്ച് സ്വിച്ച് ഓഫാണ് പറയണത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സുജയ ചേച്ചി എൻ്റെ ചേച്ചിയാണ്. അപ്പോഴാണ് പറഞ്ഞു ഇവിടെ നമുക്കൊന്ന് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ല, അമ്മച്ചി ചിലപ്പോൾ അമ്മച്ചിയുടെ കൂട്ടുകാരുടെയൊക്കെ വീട് പുറത്തൊക്കെ ഉണ്ട്, കിഴക്ക് വശമൊക്കെ ഉണ്ട്. അവിടെ പോയി അവിടെ ഇരിക്കും. പിന്നെ അങ്കിളിൻ്റെ വീടുണ്ട്, അവിടെ പോയി നിൽക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും.
തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാറില്ല. ഗുളിക കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കത്തില്ല, വൈകിട്ടൊന്നും കഴിക്കത്തില്ല. ഇവിടെ അകത്ത് ഗുളികയും കഴിച്ച് ഹാർട്ടിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിച്ച് ഇവിടെ തന്നെ കിടക്കുക. ഇല്ല, ഒന്നും പറഞ്ഞില്ല. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതിന് അപ്പുറത്ത് പറയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ചിറ്റപ്പനോട് അന്വേഷിച്ചപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞത് അവലോടത്തും ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറയണം. അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എവിടെ ജോലിക്ക് പോയിരിക്കുകയാണ്, എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇല്ല. സുജ ചേച്ചി ഇവിടെ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ വന്നപ്പോഴാണ് എന്തോ സംശയം തോന്നിയപ്പോഴാണ് ഇന്നപോലെ പെറ്റീഷൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ സംഭവം. അതുവരെ മിണ്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ച പോലും എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മകളുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയായിരുന്നു കാവാലത്ത്. അവിടെ പോയപ്പോഴും ഒന്നും മിണ്ടിയിട്ടില്ല. ഈ കാര്യത്തെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്ത രീതിയിൽ നടക്കുകയായിരുന്നു. ഒരു സംഭവം അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. റോസമ്മയുടെ രണ്ടാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കരുതുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. പോളിംഗിന് ഇനി 3 നാൾ മാത്രം ബാക്കി. സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളുമൊക്കെ അവസാനവട്ട ഒരുക്കത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന റൗണ്ടിലേക്ക്. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പ്രചാരണ രംഗത്ത് സജീവം. വോട്ടെടുപ്പിന് ഇനി 3 നാൾ മാത്രം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും മാവേലിക്കര മണ്ഡലത്തിലും കോട്ടയം മണ്ഡലത്തിലും ഇക്കുറി തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. കാരണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഏറെയും പ്രമുഖരാണ്. കുടുംബസംഗമങ്ങളും ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും പൊതുവിശദീകരണ യോഗങ്ങളും റാലികളും റോഡ് ഷോകളും കൊണ്ട് നിറയുകയാണ് ഈ മണ്ഡലങ്ങൾ. ദേശീയ സംസ്ഥാന നേതാക്കളടക്കം പ്രമുഖർ പ്രചാരണ രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ്. എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഈ തെരഞ്ഞെടുപ്പ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. സർവേ ഫലങ്ങൾ പലതും സമ്മതിദായകർ വിശ്വസിക്കുന്നില്ലെങ്കിലും അവയെ ചുവടുപിടിച്ചുള്ള പ്രവർത്തനങ്ങളും സജീവമാണ്. ഗ്രാമനഗരങ്ങളിൽ ചൂടേറിയ ചർച്ചകളും നടക്കുന്നു. കനത്ത ചൂടിലും പുതിയ ഭരണസാരഥികളെ തിരഞ്ഞെടുക്കാൻ ഇനിയും 3 നാൾ ബാക്കിയുള്ളപ്പോൾ അടർക്കളത്തിൽ വാഗ്ധോരണികളുടെ വോട്ടുപിടുത്തം തുടരുകയാണ് മുന്നണികൾ. ന്യൂസ് ഡെസ്ക്, ടൈം. BJPയുടെ ഹിന്ദുരാഷ്ട്ര നീക്കത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നും ബിനോയ് വിശ്വം ചേർത്തലയിൽ പറഞ്ഞു. ഒറ്റ വഴിയേ അത് വിജയമാണ്. LDFിൻ്റെ വിജയം, ആരിഫിൻ്റെ വിജയം, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും വിജയം. അതിനുവേണ്ടി ഇനി അവശേഷിക്കുന്ന എല്ലാ മണിക്കൂറുകളും കൈയും മെയ്യും മറന്ന് നമ്മളെല്ലാം ഒറ്റയ്ക്കും കൂട്ടായി നമ്മുടെ പങ്ക് നിറവേറ്റുമെന്ന് പ്രഖ്യാപിക്കുന്ന യോഗമായി ഈ യോഗം മാറണം. കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ ലീഗിൻ്റെ കൊടി കാണുമ്പോൾ പോലും BJPക്ക് ഹാലിളകും. BJPക്ക് ഇഷ്ടമല്ലാത്തത് കോൺഗ്രസ് ചെയ്യില്ല. കോൺഗ്രസ് അധപ്പതനത്തിൻ്റെ നടുവിലാണ്. കോൺഗ്രസിൻ്റെ ഒരു കൈ BJPയിലും മറുകൈ SDPയിലുമാണ്. ചില ബിഷപ്പുമാർ പോലും BJPയുടെ ചട്ടുകമാകുന്നു. പള്ളികളിൽ പോലും കേരള സ്റ്റോറി സിനിമ കാണിക്കുകയാണ്. BJPക്ക് അംഗത്വം കൂട്ടാൻ കോൺഗ്രസ് അച്ചാരം വാങ്ങിച്ചിരിക്കുകയാണ്. ഹിന്ദുരാഷ്ട്രമാക്കാനാണ് BJP ശ്രമിക്കുന്നതെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് NS ശിവപ്രസാദ് അധ്യക്ഷനായി. G വേണുഗോപാൽ, PV സത്യനേശൻ, TT ജിസ്മോൻ, BT ജോസഫ്, ME രാമേന്ദ്രൻ നായർ, G ശശിധര പണിക്കർ, ഷാജി തണ്ണീർമുക്കം, ജോയി ചെറിയാൻ, NB ബദറുദ്ദീൻ, സാബു പുല്ലൂരുത്തിക്കരി, KV ഉദയഭാനു, S രാധാകൃഷ്ണൻ, KB ബിമൽ റോയ്, MC സിദ്ധാർത്ഥൻ, NB ഷിബു, ഷെർലി ഭാർഗവൻ, P ഷാജിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കർണാടകത്തിലെ പോലെ തന്നെ ഇന്ത്യൻ ജനത BJPയെ തൂത്തെറിയുമെന്ന് കർണാടക മന്ത്രി KJ ജോർജ്. മതേതര ഇന്ത്യയുടെ തിരിച്ചുവരവിനായി ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും KJ ജോർജ് പറഞ്ഞു.
പക്ഷേ ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. രാഹുൽജി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഇന്നും ആൾക്കാർ അത് ഓർക്കുന്നുണ്ട്. രാഹുൽജി 3600 കിലോമീറ്റർ നടക്കണമെന്നുണ്ടെങ്കിൽ ഭാരതത്തിന് ഒന്നാക്കാനായിട്ട് ഇടതുപക്ഷക്കാര് കമ്മ്യൂണിസ്റ്റുകാർ എന്നാ പറയുന്നത് പറഞ്ഞാല് അവർക്ക് ഈ പവർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് കോൺഗ്രസിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടാണ് കോൺഗ്രസ് ഉള്ളത്. ഇവർക്ക് പവർട്ടിയാണ്. ഇതൊക്കെ ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല. ഇപ്പൊ ഇലക്ട്രോൺ ബോണ്ടിനെ പറ്റി നിങ്ങൾ കണ്ടല്ലേ, കറപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനകത്തുണ്ട് ഫുള്ള് കറപ്ഷൻ. 8500 കോടി രൂപ ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കിയിട്ട് BJP കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ ഒരേ റിക്വസ്റ്റേ ഉള്ളൂ, വേണുഗോപാൽജി ജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിട്ട് ഇന്ത്യയിലെ മുഴുവനും രാഹുൽജിയുടെ റൈറ്റ് ഹാൻഡായിട്ട് സോണിയാജിയുടെ ഇതായിട്ട് ഞങ്ങളുടെ മല്ലികാർജ്ജുന കൂടെ നിന്നിട്ട് നമ്മുടെ ഇന്ത്യ മുഴുവനും കോൺഗ്രസിനെ ആക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഒരു മെജോറിറ്റി കൊടുത്ത് ജയിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ അത്യന്തം വിനയമായിട്ട് നിങ്ങളോട് പറയുന്നു. മതേതര ഇന്ത്യയുടെ തിരിച്ചുവരവിനായി രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. രാജ്യത്ത് ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാനും വികസന നയങ്ങൾ നടപ്പാക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതിയും കെടുകാര്യസ്ഥിതിയും മുഖമുദ്രയാക്കിയ BJPയുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഇടതു സർക്കാരിനെതിരായുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്നും KJ ജോർജ് കൂട്ടിച്ചേർത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി M. ശ്രീകുമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെന്ന് M. ശ്രീകുമാർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വവും ഞാൻ ഇതിനാൽ വെക്കുന്നു. ഇന്ന് ഞാൻ KPCC ആക്റ്റീവ് പ്രസിഡന്റ് ശ്രീ M. ഹസൻ അവർക്ക് ഞാൻ രാജിക്കത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനിയും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അടുത്ത ആഴ്ച നിലപാട് പ്രഖ്യാപിക്കുന്ന ഏപ്രിൽ ആദ്യവാരം പ്രഖ്യാപിക്കും. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പം നിലപാടിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. ഇപ്പോൾ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധതയുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണെന്നും ബോധ്യപ്പെട്ടതിനാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം ഞാൻ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ചെന്നിത്തല തൃപ്പനന്തപുര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 29/12/2020 ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് 30/12/2022 മാറേണ്ട രവികുമാർ ഇതുവരെ മാറാത്തതിനാലും ഈ മാറാത്ത രവികുമാറിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാത്തതിനാലും 3/1/2023 ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ്, എൻ്റെ വീട്ടിൽ വന്ന് ഈ രവികുമാർ ഭീഷണിപ്പെടുത്തുകയും രാത്രി 8 മണിക്ക് ശേഷം അസഭ്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് 4/1/2023 DCC പ്രസിഡന്റ് ബാബു പ്രസാദിന് ഞാൻ പരാതി കൊടുത്തുവെങ്കിലും ഒരു നോട്ടീസ് അയക്കാൻ പോലും ഒരു നടപടിയിലേക്ക് പോകാനോ അതിൻ്റെ ഒരു നടപടിക്രമം നടത്താനോ ശ്രമിക്കാത്ത ഒരു പുള്ളിയുടെ കൂടെ ഭാരവാഹിയായ ഒരാൾക്കുണ്ടായ വിഷമത്തിൽ ഒരു നടപടി സ്വീകരിക്കാത്ത DCC പ്രസിഡന്റിൻ്റെ നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് ഇവിടെ 28/3/2024 പത്രസമ്മേളനത്തോട് രാജി പ്രഖ്യാപിക്കുകയും KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റാണ് DCC ഭാരവാഹികളെ നോമിനേറ്റ് ചെയ്യുന്നത്, DCC പ്രസിഡന്റ് അല്ല. അപ്പോൾ അങ്ങനെ KPCC ആക്ടിംഗ് പ്രസിഡന്റ് M. ഹസന് ഞാൻ എൻ്റെ രാജിക്കത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ചെന്നിത്തല പെരുന്തുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 29/12/2020 ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് 30/12/2022 മാറേണ്ട രവികുമാർ ഇതുവരെ മാറാത്തതിനാലും മാറാത്ത രവികുമാറിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാത്തതിനാലും 3/1/2023 രാത്രിയിൽ തൻ്റെ വീടിൻ്റെ മുൻപിൽ നിന്നും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത രവികുമാറിനെതിരെ 4/1/2023 ആലപ്പുഴ DCC പ്രസിഡന്റിന് രേഖാമൂലം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിക്കാത്തതുമായ DCC പ്രസിഡന്റിൻ്റെ നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ട് 28/3/2024 ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി സ്ഥാനവും കോൺഗ്രസ് പ്രാഥമിക അംഗത്വവും പത്രസമ്മേളനത്തിലൂടെ രാജിവെക്കുകയും KPCC ആക്ടിംഗ് പ്രസിഡന്റ് M. ഹസന് അന്ന് തന്നെ കത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തതാണ്. തുടർന്ന് M. ഹസൻ ഫോണിൽ വിളിച്ചതനുസരിച്ച് കൂടിക്കാഴ്ച നടത്തുകയും രവികുമാറിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാമെന്ന ഉറപ്പിന്മേൽ 6/4/2024 രാജി പിൻവലിച്ചുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്.
എന്നാൽ വീടിന് മുന്നിൽ വന്ന് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത രവികുമാറിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCC ആക്ടിംഗ് പ്രസിഡന്റിന് പരാതിയും നൽകിയിരുന്നു. തുടർന്ന് തനിക്ക് തന്ന മറുപടിയിൽ 27/4/2024 മുതൽ നിലവിൽ വരത്തക്ക വിധം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികുമാറിനെ അന്വേഷണ വിധേയമായി കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമാണ് നൽകിയത്. ഇപ്പോൾ തന്നെ പുറത്താക്കണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത്. ഇത് തന്നെ ഉറപ്പിന്റെ ലംഘനമാണ്, വഞ്ചനയാണ്. 28/3/2024 പത്രസമ്മേളനത്തിലൂടെ രാജി പ്രഖ്യാപിച്ചതിന് ശേഷം തന്റെ രാജിക്ക് നീതീകരണമില്ല എന്നും തെറ്റുതിരുത്തി തിരിച്ചു വരണമെന്നും ആവശ്യപ്പെട്ട് എം മുരളി XMLA ചില മാധ്യമങ്ങളിൽ പ്രസ്താവന കൊടുത്തിരുന്നു. താനെടുത്ത നിലപാടിൽ നീതീകരണം ഉണ്ടോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. കൂടെ ഉണ്ടായിരുന്നവരോട് നീതി പുലർത്താത്ത എം മുരളിയാണ് തെറ്റ് തിരുത്തേണ്ടത്. തനിക്ക് എം മുരളിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. താനെന്നും ഗാന്ധിയൻ ആദർശത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുമാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞതാണെന്നും ചില വ്യക്തികളുടെ അധികാരമോഹം കൊണ്ടാണ് നടക്കാതെ പോയതെന്നും അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് പല നേതാക്കന്മാരും അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിക്കുവാനും നേടുവാനും കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടൈനോസ്, ആലപ്പുഴ. ചേർത്തലയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. കായംകുളം സ്വദേശി അനന്തു അജയനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ചേർത്തല ആഞ്ഞിലിപ്പാലത്തിന് സമീപത്ത് വെച്ച തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. കായംകുളം കീരിക്കാട് സൗത്ത് ശ്രീഭവനിൽ അജയൻ്റെ മകൻ അനന്തു അജയനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഏറനാട് എക്സ്പ്രസ്സിൽ കായംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോഴാണ് അപകടം. ട്രെയിനിൻ്റെ വാതിൽപ്പടിയിലിരിക്കുമ്പോൾ താഴേക്ക് വീണതാണെന്ന് സൂചന. അടുത്ത മാസം വിവാഹ നിശ്ചയം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞുമോൾ മാതാവും കരിക്കുട്ടൻ സഹോദരനുമാണ്. ചേർത്തല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. DYFI നേതാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ചേർത്തല നഗരസഭ 14-ാം വാർഡിൽ ശ്രീമന്ദിരത്തിൽ ശ്രീദേവിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. DYFI നേതാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ചേർത്തല നഗരസഭ 14-ാം വാർഡിൽ ശ്രീമന്ദിരത്തിൽ പരേതനായ രാഘവ് പണിക്കരുടെ മകൻ ശ്രീദേവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 36 വയസ്സാണ്. DYFI ചേർത്തല എക്സ്റേ മേഖലാ കമ്മിറ്റി പ്രസിഡന്റായ ശ്രീദേവിനെ 2 ദിവസമായി കാണാതായതാണ്. ഒറ്റയ്ക്കായിരുന്നു താമസം. അകത്തുനിന്നും പൂട്ടിയ വീടിനുള്ളിൽ കസേരയിൽ മരിച്ച നിലയിലാണ് ശ്രീദേവിനെ കണ്ടത്. അവിവാഹിതനാണ്. ശ്രീദേവി സഹോദരി. ചേർത്തല പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. സമദൂരമല്ല ശരിദൂരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുകയെന്ന് ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയോട് അവഗണന കാട്ടുന്നവർക്കെതിരെയായിരിക്കും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുകയെന്നും അവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 1-ാം തീയതി ഭരണപക്ഷത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെ അവിടെ സമരം നടത്തുകയുണ്ടായി. സമരമല്ല നമ്മളുടെ ഏറ്റവും വലിയ വിഷയം. ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടുവാൻ ഇവർ ശ്രമിച്ചിട്ടില്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ദുഃഖവും പരാജയവുമായി ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ അവഗണിക്കുന്നതിന് തുല്യമായി ഞങ്ങൾ കാണുന്നത്. അതിനുശേഷം ധീവരസഭ 2-ാം തീയതി സമരം ചെയ്തു. 12-ാം തീയതി ഷട്ടർ തുറക്കും എന്ന് പറഞ്ഞുകൊണ്ട് 29 ഷട്ടറാണ് തുറന്നത്. 26, അത് കഴിഞ്ഞൊരു 3 കൂടി തുറന്ന് 29 ഷട്ടർ തുറന്നു. അതിനുശേഷം ഷട്ടറുകൾ 3 ദിവസം കഴിഞ്ഞിട്ടും തുറക്കാത്തതിനെ സംബന്ധിച്ച് 2 സൈഡിലും പായൽ തിങ്ങി എക്കൽ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ 59 ആ പ്രദേശത്തുള്ളതും അല്ലാത്ത അതുമായി ബന്ധപ്പെട്ട കൈത്തോടുകളിലുള്ളതും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഈ സംഘടനാ സംവിധാനത്തിൻ്റെ ചുമതലയുള്ള ആൾക്കാരെന്ന നിലയിൽ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ, കാരണം ഈ വർഷത്തെ ഒരു ചർച്ചകളിൽ പോലും ധീവരസഭയെ വിളിച്ചിട്ടില്ല. ഈ ഉപദേശക സമിതി എന്ന് പറയുന്നത് ധീവരസഭ കൂടി ചേർന്നുള്ളതാണ്. ആ ധീവരസഭയെ ഒരു യോഗത്തിൽ പോലും ഈ വർഷം വിളിച്ചിട്ടില്ലെന്നുള്ളതാണ്. അങ്ങനെ വിളിക്കാതെ ഏകപക്ഷീയമായി ഉപദേശക സമിതി കൂടി തീരുമാനിച്ചു എന്ന് പറയുന്ന കളക്ടർ, ഞാൻ വിളിച്ചപ്പോൾ അതിൻ്റെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞത് ഞാൻ കുറച്ച് ദിവസമായി ലീവാണ്, അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ നമ്മൾ കാണുന്നത് തണ്ണീർമുക്കം ബണ്ട് തുറക്കുന്ന കാര്യം കായലിലെ ഉപ്പിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതയുടെയൊക്കെ കണക്കിലാക്കി നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് പത്രത്തിൽ ഇന്നറിഞ്ഞത്. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിൽ കൃഷിക്ക് അപകടകരമായ രീതിയിലുള്ളൊരു ഉപ്പിൻ്റെ അംശമുണ്ടായിട്ട് വർഷങ്ങളോളമായി എന്ന പഠന റിപ്പോർട്ടുകൾ പറയുമ്പോൾ കളക്ടറുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ
വലിയ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയോടുള്ളൊരു ചതിയുടെ മണം ഞങ്ങൾ കാണുന്നു. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ 65,000 വരുന്ന ഈ ധീവരസഭ ചേർത്തല താലൂക്ക് യൂണിയനിലെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കുവാൻ പറ്റത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ധീവരസഭയെ സംബന്ധിച്ചിടത്തോളം ധീവരസഭയെ ആര് സഹായിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് UDFൻ്റെ കാലത്ത് മാത്രമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ളൂ. ഉൾനാടൻ മത്സ്യബന്ധന സമൂഹത്തിൻ്റെ ഒരാവശ്യവും കേൾക്കാനോ ആയതിന് പരിഹാരം കാണാനോ നാളിതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, വേമ്പനാട് കായൽ ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് 100 കോടി രൂപ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച തുക ഇതുവരെ നടപ്പിലാക്കാനായിട്ടില്ല. തണ്ണീർമുക്കം ബണ്ട് ഡിസംബർ 15 അടച്ച് മാർച്ച് 15 തുറക്കണമെന്ന വ്യവസ്ഥ ഈ സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നു. വൻകിട മുതലാളിമാരെ സംരക്ഷിക്കുന്നതിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. തണ്ണീർമുക്കം ബണ്ട് 1 വർഷക്കാലം തുറന്നിടുമെന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിന്നും വേമ്പനാട്ട് കായലിലേക്ക് തള്ളിവിടുന്ന പോളപ്പായൽ മൂലം നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഈ വിഭാഗത്തെ അവഗണിക്കുകയാണ്. CRSLയുടെ പരിധിയിൽ നിന്നും മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ഒഴിവാക്കണമെന്നും ധീവരസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. താലൂക്ക് സെക്രട്ടറി സുരേഷ് കരിയിൽ, പ്രസിഡന്റ് ചന്ദ്രൻ കൃഷ്ണാലയം, സംസ്ഥാന കൗൺസിൽ അംഗം പ്രവീൺ കുമാർ, VK സിദ്ധാർത്ഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ് ചേർത്തല. മുഹമ്മ AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ജയലാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുൻകൈയെടുത്ത് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സമ്മർ പാഠം അവധിക്കാല കായിക പരിശീലനം മുഹമ്മ AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. 300 കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മുഹമ്മ സ്പോർട്സ് അക്കാദമിയുടെ സഹകരണത്തോടെയാണ് പരിശീലനം നടക്കുന്നത്. സ്കൂൾ മാനേജർ ജയലാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS ലാലിച്ചൻ അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് ഓഫീസർ CV ബിജിലാൽ, കേരള സ്പോർട്സ് കൗൺസിൽ മെമ്പർ KK പ്രതാപൻ, ദേവസ്വം പ്രസിഡന്റ് KK അശോക് കുമാർ, PTA വൈസ് പ്രസിഡന്റ് PS സനൽകുമാർ, പ്രിൻസിപ്പൽ ബിജോ K കുഞ്ചറിയ, പ്രഥമാധ്യാപിക നിഷ ദയാനന്ദൻ, കായിക അധ്യാപകൻ V സവിനയൻ, സ്പോർട്സ് അക്കാദമി ഡയറക്ടർ വിജീഷ് ദാനവൻ എന്നിവർ സംസാരിച്ചു. ടൈനൂസ് മുഹമ്മ. അജപാലനത്തിലൂടെ ജനഹൃദയം കീഴടക്കിയ ഇടയനാണ് ഫാദർ ആന്റണി കൊച്ചുവീട്ടിലെന്ന് തിരുവനന്തപുരം പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളന്തോടത്ത് പറഞ്ഞു. ഫാദർ ആന്റണി കൊച്ചുവീട്ടിലിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ തേടി എത്തുന്നവരെയും പരിചയപ്പെടുന്നവരെയും ദൈവത്തോട് അടുപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്നു. പുരോഹിത വിളി സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെതുമാണ്, ഹിംസയുടേതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ ആന്റണി കൊച്ചുവീട്ടിൽ CMIയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പാവങ്ങളുടെ പ്രശ്നങ്ങൾ നെഞ്ചിലേറ്റുന്ന ഇടയനാണ് ഫാദർ ആന്റണി കൊച്ചുവീട്ടിലെന്ന് ജോബ് മൈക്കിൾ പറഞ്ഞു. നാടിനു വേണ്ടിയും അശരണർക്ക് വേണ്ടിയും കർമ്മനിരതനായ അദ്ദേഹം സമൂഹത്തിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ കഴിയുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നതെന്ന് ഫാദർ ആന്റണി കൊച്ചുവീട്ടിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മനപ്രയാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം. അത് മാറ്റാൻ കഴിഞ്ഞാൽ അതിൽ പരം ആശ്വാസം വേറെയില്ല. മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറാൻ കഴിയുന്നത് ദൈവനിശ്ചയമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വികാരി ജനറൽ റവറൻഡ് ഫാദർ ജോസി താമരശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നസ്രത്ത് കാർമൽ ആശ്രമ പ്രിയോർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ ജൂബിലി മൊമൻറ്റോ നൽകി. മുഹമ്മ CMI ആശ്രമ ആത്മീയ ഉപദേഷ്ടാവ് ഫാദർ ജോൺ ചിറയിൽ CMI ജൂബിലി സമ്മാനം നൽകി. റവറൻഡ് ഫാദർ ഡോക്ടർ സാംജി വടക്കേടം, ഫാദർ ജോസഫ് കുറുപ്പശ്ശേരി, ഫാദർ ആന്റണി കാട്ടുപാറ, ജേക്കബ് മറ്റത്തിൽ എന്നിവർ സംസാരിച്ചു. ടൈനൂസ് മുഹമ്മ. റോഡിൽ തള്ളിയ അറവ് മാലിന്യം നീക്കം ചെയ്ത സന്നദ്ധ സംഘടന. ചേർത്തല 11 മൈലിന് കിഴക്കുവശത്തായിരുന്നു സംഭവം. ചേർത്തല 11 മൈലിന് കിഴക്കുവശത്ത് പല സ്ഥലങ്ങളിലായിട്ടാണ് അറവ് മാലിന്യം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അറവ് മാലിന്യം റോഡിൽ തള്ളിയതാണോ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ റോഡിൽ വീണതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രൂക്ഷമായ ദുർഗന്ധം മൂലം ഇതുവഴി സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയായിരുന്നു. അധികാരികളെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. തുടർന്നാണ്
തണ്ണീർമുക്കം 19-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഗോൾഡൻ സ്റ്റാർ ക്ലബ്ബ് അംഗങ്ങൾ മാലിന്യം നീക്കം ചെയ്തത്. ഞായറാഴ്ച രാത്രിയോടെ മാലിന്യം നീക്കം ചെയ്ത് റോഡ് കഴുകി വൃത്തിയാക്കി. മറ്റു ചില സ്ഥലത്ത് കണ്ടെത്തിയ മാലിന്യം നാട്ടുകാർ ചേർന്ന് നീക്കം ചെയ്തിരുന്നു. ടൈം ന്യൂസ് ചേർത്തല. UDF ചേർത്തല ടൗൺ നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു. UDF ചേർത്തല ടൗൺ നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം ഏറ്റവും കൂടുതൽ വാരിപ്പുണർന്നിട്ടുള്ള ഈ ഇന്ത്യയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അകലങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഔന്നത്യം. പെൻഷൻ കിട്ടാതെ റോഡിൽ ഇറങ്ങി തെണ്ടേണ്ട ഗതികേട് പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിച്ചത്. ഞങ്ങൾ ജയിച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചാൽ 2500 രൂപയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ 11 മാസക്കാലമായി 62 ലക്ഷം പേർക്ക് വികലാംഗ പെൻഷനും വിധവാ പെൻഷനും സാമൂഹ്യ പെൻഷനും കൊടുത്തിട്ട്. ഫൈസലിന്റെ വസതിയിൽ നടന്ന കുടുംബ സംഗമത്തിൽ മണ്ഡലം ചെയർമാൻ G. സുരേഷ് ബാബു അധ്യക്ഷനായി. B. ഫൈസൽ, CV തോമസ്, S. കൃഷ്ണകുമാർ, സജി കുര്യാക്കോസ്, TD രാജൻ, രമേശ് പണിക്കർ, CR സാനു, സിയാദ്, രജൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ് ചേർത്തല. മുഹമ്മ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സംഘത്തിന്റെ വാർഷികം നടന്നു. KSEB റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മധുലാൽ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ കൃഷിഭവന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സൗജന്യ വൈദ്യുതി ഉപഭോക്തൃ സംഘം 2ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. KSEB റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മധുലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രൊഫസർ PA കൃഷ്ണപ്പൻ അധ്യക്ഷനായി. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘ അംഗങ്ങളുടെ മക്കളെ മുഹമ്മ കൃഷി ഓഫീസർ PM കൃഷ്ണ സ്കോളർഷിപ്പ് നൽകി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ ട്രഷറർ ശ്രീനാഥ് കുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സെക്രട്ടറി CR പ്രഭാകരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KK മണിയൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പ്രൊഫസർ PA കൃഷ്ണപ്പനെയും വൈസ് പ്രസിഡന്റായി KK മണിയനെയും സെക്രട്ടറിയായി CR പ്രഭാകരനെയും ഖജാൻജിയായി ശ്രീനാഥ് കുമാറിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി K. രാജേന്ദ്രൻപിള്ള, CR മന്മഥൻ, സന്തോഷ് ഷൺമുഖൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ടൈനൂസ് മുഹമ്മ. തുറവൂർ പറയകാട് നാലുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ വാർഷിക യോഗം നടന്നു. പ്രസിഡന്റ് തിരുമല വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പറയകാട് നാലുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ 2023 വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് തിരുമല വാസുദേവൻ അധ്യക്ഷനായി. ദേവസ്വം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പൊതുയോഗം. 2023 കണക്കും റിപ്പോർട്ടും പൊതുയോഗം ഐക്യകണ്ഠേന പാസാക്കി. യോഗത്തിൽ വെച്ച് ക്ഷേത്രത്തിന് ഒരു വീടും സ്ഥലവും ദാനമായി നൽകിയ ക്ഷേത്ര അംഗമായ കുഞ്ഞപ്പനെ ആദരിച്ചു. ചടങ്ങിൽ സുഭാഷ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി NP പ്രകാശൻ കണക്ക് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബെന്നി നന്ദി പറഞ്ഞു. ടൈനൂസ് തുറവൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ പൂങ്കാവിൽ നാടിനെ നടുക്കിയ കൊലപാതകം. സഹോദരൻ സഹോദരിയെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. പൂങ്കാവ് വടക്കുംപറമ്പ് വീട്ടിൽ ബെന്നിയാണ് സഹോദരി 60 വയസ്സുള്ള റോസമ്മയെ കൊന്ന് കുഴിച്ചുമൂടിയത്. പോലീസെത്തി മൃതദേഹം പുറത്തെടുത്തു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. വോട്ടെടുപ്പിന് ഇനി 3 നാൾ മാത്രം. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ. BJPയുടെ ഹിന്ദുരാഷ്ട്ര നീക്കത്തിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ് KC വേണുഗോപാലെന്നും ബിനോയ് വിശ്വം. കർണാടകയിലേതുപോലെ ഇന്ത്യൻ ജനത BJPയെ തൂത്തെറിയുമെന്ന് കർണാടക മന്ത്രി KJ ജോർജ്. മതേതര ഇന്ത്യയുടെ തിരിച്ചുവരവിനായി ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും KJ ജോർജ്. ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി M. ശ്രീകുമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. CPMനോട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന ശ്രീകുമാർ. ചേർത്തലയിൽ ട്രെയിനിൽ നിന്ന് വീണ് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കായംകുളം സ്വദേശി അനന്തു അജയനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.